ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്ലൈറ്റും പെൻസിലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ്, 3rd സ്റ്റാൻഡേർഡിലുള്ള മാത്തമാറ്റിക്സ്. ഓക്കെ, എന്തൊക്കെ തുടർ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ഗണിതം ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, സംഖ്യ ഏതെന്ന് പറയാമോ? സംഖ്യ ഏതെന്ന് പറയാമോ? 40നും 50നും ഇടയിലുള്ള ഒറ്റ സംഖ്യ. ഒന്നാമത്തെ ക്ലൂ എന്താണ്? 40നും 50നും ഇടയിലുള്ള ഒറ്റ സംഖ്യ. 40നും 50നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 41, 43, 45, 47, 49. 5 ഒറ്റ സംഖ്യകളാണ് 40നും 50നും ഇടയിലുള്ളത്, അല്ലേ? ഓക്കെ, ദെൻ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം 5. അതിനു മുമ്പ് 5ന്റെ ഗുണിതമാണെന്ന് പറയുന്നുണ്ട്. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം 5. അപ്പൊ നമുക്ക് ഒന്നും ആലോചിക്കേണ്ട, ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. കാരണം 40നും 50നും ഇടയിൽ ഒന്നിന്റെ സ്ഥാനത്ത് 5 വരുന്ന ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. ഏതാണത്? 45. അടുത്തത് 70നും 80നും ഇടയിലുള്ള ഒറ്റ സംഖ്യ. ഒറ്റയുടെ 10ന്റെയും സ്ഥാനത്തെ സംഖ്യകൾ തുല്യമാണ്. ഒറ്റയുടെയും 10ന്റെയും സ്ഥാനത്തെ സംഖ്യകൾ തുല്യമാണ്. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം 7. കുറച്ച് സിമ്പിൾ ആയിപ്പോയി അല്ലേ? എന്താണ്? ഒറ്റയുടെയും 10ന്റെയും സ്ഥാനത്തെ സംഖ്യകൾ തുല്യമാണെന്ന് പറയുന്നുണ്ട്. ഒന്നിന്റെ സ്ഥാനത്ത് 7 ആണെന്നും പറയുന്നുണ്ട്. പിന്നെ ഉത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ. 77. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, 45നെ വിവിധ രീതിയിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇതുപോലെ ഒന്നാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ സംഖ്യയെ വിവിധ രീതിയിൽ എഴുതാമോ? എഴുതി നോക്കാം. രണ്ടാമത്തെ സംഖ്യ ഏതാണ്? ഒന്നാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ സംഖ്യ 77. പിന്നെ ഏതൊക്കെ എഴുതാനുണ്ട്? 69 എഴുതണം, 90 എഴുതണം. ഒന്ന് എഴുതി നോക്കാം. 77 എന്ന് പറയുമ്പോൾ എത്ര ഒന്നുകളാണുള്ളത്? 77 ഒന്നുകളുണ്ട്. പിന്നെയോ 7 പത്തുകൾ, 7 ഒന്നുകൾ. 7 പത്തുകൾ എന്ന് പറയുമ്പോൾ 70. 7 ഒന്നുകൾ എന്ന് പറയുമ്പോൾ 7. 70 + 7 77. മനസ്സിലായല്ലോ? നമുക്ക് 69 നോക്കാം. 69 ഒന്നുകൾ, 6 പത്തുകൾ, 9 ഒന്നുകൾ. 6ന്റെ സ്ഥാനത്ത് പത്തുകളുടെ സ്ഥാനത്ത് 6 ആണുള്ളത്. 6 പത്തുകൾ, അതായത് 6 പത്തുകൾ 60. 9 ഒന്നുകൾ, 9, 69. ഇനി 90 നോക്കാം. 9ന്റെ സ്ഥാനത്ത് പത്തുകളുടെ സ്ഥാനത്ത് 9 ആണുള്ളത്. 9 പത്തുകൾ, 9 പത്തുകൾ. ഒന്നുകളുടെ സ്ഥാനത്തോ 0 ആണുള്ളത്. അപ്പോൾ ഒന്നുകൾ ഇല്ല അല്ലെ? 9 പത്തുകൾ കൂടി ചേരുമ്പോൾ തന്നെ 90 ആയി. പിന്നെയോ എത്ര ഒന്നുകളാണ്? 9 ഒന്നുകൾ എന്ന് എഴുതിയാൽ ശരിയാവുമോ? ഇല്ല. 9 ഒന്നുകൾ എന്ന് എഴുതിയാൽ 9 ആയി പോകും അല്ലെ? 90 ഒന്നുകളാണ്. അപ്പൊ 90 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഏതൊരു സംഖ്യയിലും ആ സംഖ്യയുടെ അത്രയും ഒന്നുകളായിരിക്കും. ഏതൊരു സംഖ്യയിലും ആ സംഖ്യയുടെ അത്രയും ഒന്നുകളായിരിക്കും. നമ്മൾ കണ്ടു. 45-ൽ 45 ഒന്നുകൾ, 77-ൽ 77 ഒന്നുകൾ, 69-ൽ 69 ഒന്നുകൾ, 90-ൽ 90 ഒന്നുകൾ. ഇനി ഉത്തരം എഴുതാമോ? 5-ൽ എത്ര ഒന്നുകളുണ്ട്? ഏതൊരു സംഖ്യയിലും ആ സംഖ്യയുടെ അത്രയും ഒന്നുകളായിരിക്കും. 5-ൽ 5 ഒന്നുകൾ, 15-ൽ 15 ഒന്നുകൾ. 10-ൽ എത്ര ഒന്നുകളാണ്? 10 ഒന്നുകൾ. 20-ലോ? 20 ഒന്നുകൾ. സിമ്പിൾ ആണല്ലോ. 40-ൽ എത്ര ഒന്നുകളാ? 40 ഒന്നുകൾ. 95-ലോ? 95. ഈ ഓരോ സംഖ്യ നിങ്ങൾ വായിക്കുക. അത്രയും ഒന്നുകൾ എന്നാണ് ആ സംഖ്യയിൽ ഉണ്ടാവുക. 255 ഒന്നുകൾ ആണ് 255 എന്ന സംഖ്യയിൽ ഉണ്ടാവുക. മനസ്സിലായല്ലോ? 155-ൽ 155 ഒന്നുകൾ, 240-ൽ 240 ഒന്നുകൾ, 50-ൽ 50 ഒന്നുകൾ, 100-ൽ എത്ര ഒന്നുകൾ? 100 ഒന്നുകൾ. 200-ലോ? 200 ഒന്നുകൾ. 255 255 ഒന്നുകൾ. ഇനി എത്ര പത്തുകൾ ഉണ്ടെന്ന് എഴുതാമോ? 10 10 100. 19 പത്തുകൾ 190. 45 പത്തുകൾ 460.
50. 63 പത്തുകൾ 630. 11 പത്തുകൾ 110. 20 പത്തുകൾ 200. 49 പത്തുകൾ 490. 74 പത്തുകൾ 740. 15 പത്തുകൾ 150. 25 പത്തുകൾ 250. 57 പത്തുകൾ 570. 88 പത്തുകൾ 880. അതായത് എത്ര പത്തുകൾ? നമ്മളിപ്പോ 10 എന്ന സംഖ്യയുടെ സ്ഥാനത്ത് ഒരു 0 കൂടി ചേർത്ത് കൊടുത്തു. 10 പത്തുകൾ 100. 19 പത്തുകൾ 19ൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 19 പത്തുകൾ 190. 45 പത്തുകൾ 45ന്റെ കൂടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. 45 പത്തുകൾ 450. അങ്ങനെ ഓരോ സംഖ്യയും നമുക്ക് ചെയ്യാം. മാതൃക പോലെ താഴെ തന്നിരിക്കുന്ന സംഖ്യകളെ വിവിധ രീതിയിൽ എഴുതുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കാണ്. അറിയാലോ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും അതിന്റെ എല്ലാ പീരീഡും, പീരീഡ് 5 വരെയാന്ന് തോന്നുന്നു, 5 പീരീഡ് ആയിട്ടാണ് ചെയ്തത്. 5 പീരീഡും നിങ്ങൾ കാണണം, മറക്കരുത്. ഓക്കെ. ദെൻ ഇത് 132 തന്നിട്ടുണ്ട്. ഒരു 100 32 ഒന്നുകൾ, ഒരു 100 3 10 2 1 13 10 2 ഒന്നുകൾ, 132 ഒന്നുകൾ. ഇതേ മോഡലിൽ ഓരോ സംഖ്യയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. 243 എന്ന സംഖ്യയെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 243ൽ എത്ര ഒന്നുകളാണ് ഉണ്ടാവുക? ഒരു സംഖ്യയിൽ അതേ അക്കം ഒന്നുകളാണ് ഉണ്ടാവുക. അപ്പോൾ 243 ഒന്നുകൾ ഉണ്ടാവും. പിന്നെ വേറൊരു രീതിയിൽ എഴുതിയത് 2 നൂറുകൾ, 4 പത്തുകൾ, 3 ഒന്നുകൾ. പിന്നെയോ 24 പത്തുകൾ, 3 ഒന്നുകൾ. പിന്നെയോ 2 നൂറുകൾ, 43 ഒന്നുകൾ. മനസ്സിലായല്ലോ? അടുത്തത് ഇതേ രീതിയിൽ തന്നെ 491 എഴുതിയിട്ടുണ്ട്. 49 പത്തുകൾ, 1 1. 4 നൂറുകൾ, 91 ഒന്നുകൾ. 491 ഒന്നുകൾ. 4 നൂറുകൾ, 9 പത്തുകൾ, 1 ഒന്നുകൾ. ഒന്നുകൾ എന്ന് വേണ്ട, ഒരു 1 എന്ന് മതി കേട്ടോ. ഒരു 1. അടുത്തത് 629, 6 നൂറുകൾ, 29 ഒന്നുകൾ. 62 പത്തുകൾ, 9 ഒന്നുകൾ. ഇതിൽ നമ്മൾ തന്നിരിക്കുന്നത് 62 പത്തുകൾ 9 ഒന്നുകൾ എന്ന് മാത്രമാണ് തന്നത്, സംഖ്യ തന്നിട്ടില്ല. അപ്പോൾ 62 പത്തുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 620 കിട്ടും. പിന്നീട് അതിനോട് 9 ഒന്നുകൾ കൂടി കൂട്ടണം. അപ്പോൾ 629 എന്ന സംഖ്യയാണ് നമുക്ക് മനസ്സിലാക്കാം. 6 നൂറുകൾ, 2 പത്തുകൾ, 9 ഒന്നുകൾ എന്നും 629 നമുക്ക് എഴുതാം. പിന്നെ 629 629 ഒന്നുകൾ ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇതുപോലെ ഒരുപാട് സംഖ്യകൾ ഇതുപോലെ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ സ്ഥാനവില പോക്കറ്റും അതിലിടാനുള്ള സംഖ്യാ കാർഡുകളും ഉണ്ടാക്കണം. താഴെ തന്നിരിക്കുന്ന പോലെ ഒരു സ്ഥാനവില പോക്കറ്റും അതിലിടാനുള്ള സംഖ്യാ കാർഡുകളും ഉണ്ടാക്കി ഗണിത കോർണറിൽ വെക്കുക. അപ്പൊ നമ്മൾ വീടുകളിൽ ഓരോ വീട്ടിലും ഓരോ ഗണിത കോർണർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? എല്ലാവരും ചെയ്തിട്ടില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ്, ഒരു കോർണർ നിങ്ങൾ ഗണിത കോർണർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെക്കാനുള്ളതാണ് ഇതേപോലെ സംഖ്യയുള്ള ഒരു സ്ഥാനവില പോക്കറ്റ് ഉണ്ടാക്കി ഇതേ നമ്പേഴ്സ് എഴുതുക. ഇത് കാർഡുകളിൽ ഇത്രയും നമ്പേഴ്സ് ഉണ്ടാക്കി വെക്കുക, ഗണിത കോർണറിൽ വെക്കുക. ഓക്കെ. ഒരു സംഖ്യ തന്നാൽ അതിൽ എത്ര ഒന്നുകളുണ്ട്, എത്ര പത്തുകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാൻ പഠിച്ചു. അതിനെ പല രീതിയിൽ നമ്മൾ എഴുതാൻ പഠിച്ചു. എല്ലാവരും പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും വർക്കുകൾ നിങ്ങൾ എല്ലാവരും ചെയ്യുക. സ്ഥാനവില പോക്കറ്റ് ഉണ്ടാക്കാൻ മറക്കരുത്. നിങ്ങൾ ഇതിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പം ഈ യൂണിറ്റിന്റെ ഫുള്ള് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 5 പീരീഡ്സിലായിട്ട് ഈ യൂണിറ്റ് മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾ പോയി കാണുക. നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വേറെ വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 3, സ്റ്റാൻഡേർഡ് 4 ഒക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വർക്ക്ഷീറ്റുകളൊക്കെ സെപ്പറേറ്റ് ആക്കി ഓരോ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് നോക്കാനും കാണാനും സുഖമായിരിക്കും.
അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. And stay safe, stay home. Okay, thank you for watching my video.